നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ചാഴൂർ കോവിലകം പടവിലെ ഒരു വിഭാഗം കർഷകർ അന്തിക്കാട് കൃഷിഭവന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാഭമാക്കാൻ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോപദ്രം കലാകേന്ദ്രം വന്ദേമാതരം കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. അന്തിക്കാട് കൃഷി ഓഫീസിന് മുൻപിൽ കോവിലകം പടവിലെ കർഷകർ കുത്തിയിരിപ്പ് സമരം നടത്തി. നിലവിലെ കോവിലകം പടവിലെ ഭരണസമിതിക്ക് സമയബന്ധിതമായി വെള്ളം കൊടുക്കുവാനോ ഉഴവ് നടത്തുവാനോ കഴിയുന്നില്ലെന്നും അന്തിക്കാട് പാടശേഖരത്തിന് കീഴിൽ മാത്രമേ ഈ പടവിലെ കർഷകർക്ക് സുഗമമായി കൃഷി ചെയ്യാൻ സാധിക്കൂ എന്നാണ് സമരം ചെയ്യുന്ന ഒരു വിഭാഗം കർഷകർ പറയുന്നത്. എഞ്ചിൻ കൂലിയും മാട്ടക്കൂലിയും അന്തിക്കാട് പാടശേഖരത്തിൽ അടയ്ക്കുകയാണെങ്കിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു നൽകാമെന്ന് അവർ സമ്മതിച്ചിട്ടും നിലവിലെ ഭരണസമിതിയുടെ പിടിവാശി മൂലമാണ് ഇത് നടക്കാത്തതെന്നാണ് ഒരു വിഭാഗം കർഷകരുടെ ആരോപണം. പ്രശ്നത്തിന് കൃഷിവകുപ്പ് പരിഹാരം കാണണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KB രാജീവ്, വി ശരത് രാജ്, ഷാജു അന്തിക്കാട്, ശിവശങ്കരൻ, ജോഷി അന്തിക്കാട്, സുധീർ പാടൂർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. നീതി നിഷേധമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കൃഷി വകുപ്പും ഏറ്റവും മോശകരമായ സ്ഥിതിയിലേക്ക് കാർഷിക മേഖലയെ കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു അടയാളമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മതിയായ സംരക്ഷണം കൊടുക്കാൻ, മതിയായ സഹായങ്ങൾ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ അത് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇതുപോലെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയരും. മീറ്റിംഗ് വയ്ക്കാം, ജില്ലാടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി മീറ്റിംഗ് വയ്ക്കാം. അത് തന്നെയല്ല, ഇവിടെ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാടത്ത് പോയി ആ സ്ഥലം കണ്ട് അവർക്ക് തീരുമാനിക്കാനുള്ള അവസരം കൂടി തിരിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോയിട്ട് നാളെ 12 മണിക്ക് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 12 മണിക്കുള്ള മീറ്റിങ്ങിൽ തീരുമാനമായില്ലെങ്കിൽ ആ കർഷകർ കൃഷി പണിയുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ തീരുമാനം. കുന്നംകുളത്ത് ഡിസംബറിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാഭമാക്കാൻ കൈത്താങ്ങായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പ്രോഗ്രാം കമ്മിറ്റിക്ക് ആവശ്യമായ പേപ്പർ ബാഗ്, ലോട്ട്, വിധികർത്താക്കൾക്കുള്ള ഫയലുകൾ തുടങ്ങിയവയാണ് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. കബ് ബുൾബുൾ ലീഡേഴ്സും അധ്യാപകരുമായ TV ഹരിത, PY ഷമീറ, EBM ചിഞ്ചു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരു ദിവസം കൊണ്ട് 500 പേപ്പർ ബാഗുകൾ കുട്ടികൾ തയ്യാറാക്കിയത്. LP വിഭാഗത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി TV വിനോദ് ബാഗുകൾ ഏറ്റുവാങ്ങി. LP വിഭാഗം പ്രധാനാധ്യാപിക അർച്ചന സുനിൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി, എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജിഷ്, BB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലാണ് കലോത്സവം. ആദ്യം തന്നെ ഇത് നിർമ്മിച്ചു നൽകിയ എൻ്റെ എല്ലാ കൊച്ചുമക്കൾക്കും നന്ദി. ടീച്ചർ ഒരു മെസ്സേജ് ഇട്ടപ്പോഴേക്കും ഇത്രയും നന്നായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തതിന് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തിനും ഏതിനും ഈ സ്കൂൾ മുന്നിലുണ്ടാവും. പേപ്പർ ബാഗുകളാണ് ഈ കുരുന്ന് കുട്ടികൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊരു ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തന്നെ ഇതിനു വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഇതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്, മറ്റുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജൈവ രീതിയിലുള്ള സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ള ഇതിനായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ പോലുള്ള കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോപദ്രം കലാകേന്ദ്രം ദേശീയഗീതമായ വന്ദേമാതരം കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിച്ചു. ക്ഷേത്രസന്നിധിയിൽ നടന്ന അരങ്ങേറ്റത്തിൽ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി. സർവതോപദ്രം പ്രിൻസിപ്പൽ കലാനിലയം ഗോപിയാണ് വന്ദേമാതരം കഥകളി രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത്. ഈശ്വരനും പ്രകൃതിയും പുരുഷനും സംയുക്തമായി ജീവിക്കുക എന്ന ആശയത്തെ ആസ്പദമാക്കിയായിരുന്നു അവതരണം. അരങ്ങിൽ ബലരാമനായി കലാനിലയം മനോജും, ശ്രീകൃഷ്ണനായി സർവതോപദ്രം ലിൻസിയും, പ്രകൃതിയായി സർവതോപദ്രം ആര്യയും വേഷമിട്ടു.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിജോഷ് ആനന്ദൻ, KB സുരേഷ്, മല്ലിക ദേവൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി എന്നിവർ സംസാരിച്ചു. കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അധ്യക്ഷന്മാരെ നിശ്ചയിക്കുകയും ചെയ്തു. ബ്ലോക്ക് കേരളോത്സവം ഡിസംബർ 12, 13, 14 തീയതികളിൽ വിവിധ വേദികളിൽ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. കേരളോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് പഞ്ചായത്തുകളിൽ വളരെ വാശിയുടെ മത്സരങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ബ്ലോക്ക് തല മത്സരങ്ങളാണ്. അങ്ങനെ ബ്ലോക്ക് തല മത്സരങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജില്ലാതല മത്സരങ്ങളിലേക്കാണ് ഈ മത്സരങ്ങൾ പോകുന്നത്. ജില്ലാ മത്സരങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേരളോത്സവത്തിന്റെ ജീവിതത്തിൽ മത്സരിക്കാനുള്ള അവസരം ഒരുക്കുന്നത്. കിഴിപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഹ്ലാദ പ്രകടനം നടത്തി. ചേർപ്പ് ഉപജില്ലാ അറബി കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ 3ാം സ്ഥാനവും ഓവറോളും നേടുകയും ഉപജില്ലാ, ജില്ലാ ശാസ്ത്രമേളകളിലും കായിക മേളകളിലും തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിരുന്നു ആഘോഷം. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നളന്ദ ഹയർ സെക്കൻഡറി സ്കൂള് ചേർപ്പ് ഉപജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ കായികമേള, ശാസ്ത്രമേള, പ്രവർത്തന പരിചയമേള, ഈ മത്സരങ്ങളിലെല്ലാം ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടി നമ്മുടെ സ്കൂൾ മികച്ച സ്കൂളായി മാറിയിരിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആഹ്ലാദ പ്രകടനം പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിലുള്ള ഇത്തരം കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ PTA-യും എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ് വലിയകത്ത്, പ്രിൻസിപ്പൽ സുഗന്ധി, പ്രധാനാധ്യാപിക സീനത്ത്, സ്കൂൾ വികസന സമിതി ആക്ടിംഗ് ചെയർമാൻ KC ബൈജു എന്നിവർ സംസാരിച്ചു. SMC ചെയർമാൻ മനോജ് പട്ടത്ത്, PTA വൈസ് പ്രസിഡന്റ് KS ചന്ദ്രബാബു, MPTA പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം സെന്ററിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. മുറ്റിച്ചൂർ കുറ്റിമാവ് സ്വദേശി കാരണത്ത് വിക്രമന്റെ മകൻ ബിബിൻ എന്നയാൾക്കാണ് പരിക്കേറ്റത്. തൃപ്പയാർ എക്സ് പ്രവർത്തകർ പരിക്കേറ്റയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടംതുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ലഭിച്ച മണലൂർ ഗോപിനാഥനെ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ MP TN പ്രതാപൻ ഉപഹാരം സമർപ്പിച്ചു. മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, BG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ഷോയ് നാരായണൻ, അശോക് കോമാത്ത് കാട്ടിൽ, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ, ശശിധരൻ കൊട്ടേക്കാട്ട് എന്നിവർ സംസാരിച്ചു. അവിടെ അങ്ങോട്ട് സ്കൂളിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇത് ഒരു രക്തം നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ രക്തം ഓടുന്നത് പോലെ അതേപോലെ തലച്ചോറിലെ ഞരമ്പുകളിൽ ഇതിങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സർക്കാർ ജോലി കിട്ടി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, സബ് ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. പോലീസിൽ ജോലി ചെയ്യുമ്പോഴും സാധാരണ പോലീസിലുള്ള ആളുകൾക്ക് കലകളെ ധരിപ്പിക്കും പ്രത്യേക പെർമിഷൻ വേണം, DGP ഉൾപ്പെടെയുള്ള മുകളിൽ നിന്ന്. അങ്ങനെ കേരള ഗവൺമെൻറ് മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് ഈ തുള്ളക്കല അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായും അനുമതിയും നൽകിയിരുന്നു. സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ ഹിയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്തു. വട്ടപ്പരത്തെ സ്വദേശി ജയപ്രകാശിനാണ് 25,000 രൂപ വരുന്ന ഹിയറിംഗ് എയ്ഡ് നൽകിയത്. പരിപാടിയിൽ
മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ, CEO ജോർജ് ഡി ദാസ്, CRS ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനം ശനിയാഴ്ച സ്നേഹതീരം വികാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ അടുത്ത് അന്തരിച്ച പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഫാദർ അബ്രഹാം ജോസഫിന്റെ പേരിൽ തയ്യാറാക്കിയ നഗരിയിലാണ് സമ്മേളനം നടക്കുന്നത്. വിവിധ മണ്ഡലം സമ്മേളനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ PB റിഫ് മുഹമ്മദ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി മാത്യു എന്നിവർ സംസാരിക്കും. പുതിയ ജില്ലാ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ നടക്കും. 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക കമ്മിറ്റി ജനറൽ കൺവീനർ TM കുഞ്ഞിപ്പ, കൺവീനർ അബ്ദുൽ ഗഫൂർ എന്നിവർ അറിയിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലാപ്ടോപ്പുകൾ നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ നിഷ JB, PTA പ്രസിഡന്റ് മധുലാൽ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജൻ, ഹെഡ് മിസ്ട്രസ് ഗീത, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. Ashoka Hotel and Restaurant, Talikulam. Vegetarian and non-vegetarian restaurant. 5-star facility കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, തളിക്കുളം. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്കേ.
മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. ചേട്ടൻ പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? ഡി നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഇയർ ബോണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകളിലേക്ക് വീണ്ടും. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ വിവിധതരം ഇലകൾ കൊണ്ടുള്ള പലഹാരമേള മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമ്മൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ജോളി ടീച്ചർ, ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വീട്ടിലുണ്ടാക്കാവുന്ന ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിഷവസ്തുക്കൾ ചേരാത്തതും മായം കലരാത്തതുമായ വിഭവങ്ങൾ മേളയിൽ പരിചയപ്പെടുത്തി. പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആൻസി ടീച്ചറുടെ നന്ദിയോടെ പലഹാരമേള സമാപിച്ചു. നല്ല ഒരു രീതിയിൽ മത്സരബുദ്ധിയോടുകൂടി തന്നെ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ആശംസകളും അറിയിക്കുന്നു, അല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളെ. കാരണം ഇതൊരു നമ്മുടെ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഭാഗത്തിട്ട് അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഞാനിപ്പോ ഒരു 10 വർഷങ്ങളായിട്ട് ഇവിടുത്തെ പള്ളികളിലാണ് ഞാൻ. വടക്കേകാരം മുക്കുണ്ടായിരുന്നു, ഒരുമനയിലുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ വാടാനപ്പള്ളിയിലുണ്ട്. ഈ പള്ളികളിൽ ഇങ്ങനെ തീരദേശ പള്ളികളിൽ ഇങ്ങനെ നടക്കുന്നത്. ഇവിടുത്തെ എല്ലാ അമ്മമാരും നന്നായിട്ട് ഭക്ഷണം വയ്ക്കുന്നവരാണ്, അതിൽ യാതൊരു മാറ്റവും. പ്രത്യേക കഴിവ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ടാസ്ക് തളിക്കുളം സംഘടിപ്പിച്ച 1ാമത് ടാസ്ക് സൂപ്പർ ലീഗിൽ കൂടുതൽ പോയിന്റോടെ ടാസ്ക് ടൈറ്റൻസ് ജേതാക്കളായി. ടൂർണമെന്റിലെ മികച്ച താരമായി ലാലുവിനെയും മികച്ച ഗോൾ കീപ്പറായി പ്രണവിനെയും ടോപ്പ് സ്കോററായി നിയാസിനെയും മികച്ച വെറ്റനർ താരമായി കിഷോറിനെയും തിരഞ്ഞെടുത്തു. കേരള വനിതാ താരം നിയ സുരേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടാസ്ക് ഭാരവാഹികളായ പ്രണവ്, TN സുനിൽ, സന്ദീപ് സോമൻ, ഫസൽ, IP പ്രണവ് അപ്പു കൂടാതെ ബൈജു, കണ്ണൻ, പ്രസന്നൻ, ഷഗിൽ, പ്രബീഷ് എന്നീ മുൻകാല താരങ്ങളും പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി അർഹത നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസ്ഹാഖ് പുഴങ്കരയലത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, MS സുജിത്ത്, ഡോക്ടർ റിസ്ബിൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ് എന്നിവർ സംസാരിച്ചു. ഡിസംബർ നവംബറോടുകൂടി ക്യാമ്പ് നടത്തിയിട്ട് ഏകദേശം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ടുള്ള ഉപകരണങ്ങൾ, പല കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്, മുതിർന്നവരിവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപകരണം കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. വീടിനകത്താണെങ്കിൽ ഒരു പാരന്റ് ഷെയർ ചെയ്ത് ആൾ ഫുൾ കിടപ്പാണ്, ആൾക്ക് പുറത്തു വരാനൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുറത്ത് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കിടക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മിക്കവാറും ഇവിടെ വന്നിരിക്കുന്നവർ ലോക്കോ മോട്ടോർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പരിധിക്കുള്ളിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഹരിതസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും
ഹരിതകർമ്മ സേനാംഗങ്ങൾ, മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാരും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 250-ലധികം പേർ ഹരിതസഭയിൽ പങ്കെടുത്തു. തുടർന്ന് ഓരോ സ്കൂളിൽ നിന്നും മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട കവിതകളും സ്കിറ്റുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന കവിങ്ങിൻ തൈ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം പി എച്ച് ബാബു, കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന, കൃഷി അസിസ്റ്റന്റുമാരായ വിപിൻ കുമാർ, സിജി, വിനീത, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നല്ല കായ്ഫലം ഉണ്ടാകുന്ന കവുങ്ങ് തൈകൾ 2 എണ്ണം നമ്മൾ കണ്ടെത്തി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് നൽകുന്നതിന് തീരുമാനിച്ചു. അപ്പോൾ കർഷകർക്ക് മതിയായ അളവിൽ നമ്മൾ 50,000 രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PM അശോകന്റെ 10ാം വാർഷിക അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. CPI സംസ്ഥാന സമിതി അംഗം കെ പി സന്ദീപ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജൻ പട്ടാട്ട് അധ്യക്ഷനായി. മുൻ MLA ഗീതാ ഗോപി, സുഭാഷ് ചന്ദ്രൻ, സ്വർണലത ടീച്ചർ, CK കുട്ടൻമാഷ്, AG സുഭാഷ്, VK ജയപ്രകാശൻ, VR മോഹൻദാസ്, ഹീരൻ, വസന്ത ദേവലാൽ എന്നിവർ സംസാരിച്ചു. ധാരാളം പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് പണ്ടത്തേതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗബലമില്ല. നമുക്ക് പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രാതിനിധ്യം, നിയമസഭകളിലെ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്നു. പ്രതികൂലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ധീരോദാത്തം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ശതാബ്ദി ആഘോഷ പരിപാടികൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമായ രാഷ്ട്രീയ ആഹ്വാനം ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനസ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റുകളിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അംഗബലം ഉയർത്താനും കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയം എത്തിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ മുഖ്യ ഉത്തരവാദിത്വം. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടന്നു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN ഷിനിൽ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ, അനിത ത്രിദീപ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ, കോർഡിനേറ്റർ റിസ്വാന, അമൃത, BEO നവീൻ, സോമശേഖരൻ കാര്യട്ട് എന്നിവർ സംസാരിച്ചു. പരിപാടി ഇന്നലെ ഇവിടെ ഏങ്ങൂർ ഹാളിൽ നടക്കുകയുണ്ടായിരുന്നു. കുട്ടികളുടെ ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള മത്സര പരിപാടികൾ ഇന്നലെ നടക്കുകയുണ്ടായി. ആ മത്സരാർത്ഥികൾക്ക് എന്നിവിടെ അവർക്ക് സമ്മാനങ്ങൾ, വിജയികൾക്ക് സമ്മാനങ്ങൾ എന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ നിർദ്ദേശാനുസരണം അവരുടെ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ അവർ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ സംസ്കൃത ഉപന്യാസ മത്സരത്തിലും പെയിന്റിംഗ് മത്സരത്തിലും 1ാം സ്ഥാനവും തുടങ്ങി നിരവധി കലാമേഖലയിൽ മികവ് തെളിയിച്ച അന്തിക്കാട് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരി കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ എൻ്റെ ഈ പരിപാടിക്ക് ക്ഷണിച്ച മഹാത്മാ കേബിൾ ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ പേര് എനിക്ക് കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ശില്പിച്ചപ്പോൾ ഞാൻ നന്ദി പറയുന്നു. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. കോക്കാമുക്ക് സ്വദേശി സുധാകരൻ പുന്നപ്പിള്ളി, മേനോൻ ഷെഡ് സ്വദേശി പാറൻകുട്ടി പള്ളത്ത്, അന്തിക്കാട് സ്വദേശികളായ ചേർത്തടത്ത് ഉണ്ണികൃഷ്ണൻ, കൈലാസൻ വെളിച്ചപ്പാട്ട് എന്നിവരാണ് നവംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. പങ്കെടുത്ത എല്ലാ പരിപാടിയിലും സമ്മാനം ജില്ലയിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന കുട്ടിയാണ്
പിന്നെ ഇപ്പോൾ അവിടെ ഷെൽ ടീച്ചർ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ കുറച്ച് വൈകിയത്. പകരം വന്ന ടീച്ചർ ഇതുപോലെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും അസംബ്ലിയിൽ ഈ കുട്ടീനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരിക്കും. ഇല്ല അപ്പോൾ അത് കേട്ടപ്പോഴേ നമ്മൾ എന്താ പറയുക, നമ്മുടെ അതുകൊണ്ട് തോന്നുന്ന കസ്റ്റമറുടെ മകനാണ് ശ്രീഹരി. വളരെ മിടുക്കലെന്നോ ടീച്ചർമാരൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ എന്നാലും ആ കുട്ടിയെ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്പയാർ NESൽ വെച്ച് +1, +2 കോളേജ് വിദ്യാർത്ഥികൾക്കും 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുമായി ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 7 ശനിയാഴ്ചയാണ് മത്സരം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 6 മുൻപായി 9745782120 എന്ന നമ്പറിലോ കോളേജ് ഓഫീസിലോ ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഹരിതസഭയിൽ 10 സ്കൂളുകളിൽ നിന്നായി 200 കുട്ടികൾ പങ്കെടുത്തു. എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലുകയും കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഹരിതസഭയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച എല്ലാ വിദ്യാലയങ്ങൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അംഗങ്ങളെ പഞ്ചായത്ത് ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഷിജി CK, സന്ധ്യ മനോഹരൻ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പാദരക്ഷകളുടെയും ബാഗുകളുടെയും വൻ കളക്ഷനുമായി തൃപ്പയാറിൽ ഇമ്ര ഷൂസ് ആൻഡ് ബാഗ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പയാർ സൗത്ത് കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപമാണ് 2 നിലകളിലായി ഇമ്ര ഷൂസ് ആൻഡ് ബാഗ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. തുടക്കക്കുറിച്ച ഇമ്ര ഷൂസ് ആൻഡ് ബാഗ്സ് എന്ന ഈ സംരംഭത്തിന് എല്ലാവിധ വിജയം ആശംസിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി PK സമീർ, തൃപ്പയാർ ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഷൂസ് ആൻഡ് ബാഗ്സിന് ശേഷം ഇമ്ര ഷൂസ് ആൻഡ് ബാഗ്സ് എന്ന മനോഹരമായിട്ടുള്ള ഈ ഷോറൂം ഇന്ന് മുതൽ തൃപ്പയാറിൽ ആരംഭിക്കുകയാണ്. തൃപ്പയാറിനെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസങ്ങളിലായി തന്നെ ഒരുപാട് വലിയ സ്ഥാപനങ്ങളാണ് തൃപ്പയാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ വൻകിട സ്ഥാപനങ്ങൾ തൃപ്പയാറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അതിന് കൂട്ടുകൂടാനായിട്ട് ഇമ്ര ഷൂസ് ആൻഡ് ബാഗ്സ് എന്ന ഈ സ്ഥാപനം ഇവിടെ വളരെ നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്നതിന് എല്ലാവിധ ആശംസകളും. തൃപ്പയാറിൽ ഇമ്ര എന്ന സ്ഥാപനം അബു സാഹിബ് തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ ടെമ്പിൾ റോഡിലും ഇപ്പോൾ നാഷണൽ ഹൈവേയിലും നല്ല ഉയർന്ന നിലവാരത്തിൽ വ്യാപാരം നടത്തി വരുന്ന അബുവിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇമ്ര എന്ന സ്ഥാപനം ഇവിടെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തതിൽ വലിയ സന്തോഷവും രേഖപ്പെടുത്തുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഷൂസുകളുടെയും ചെരുപ്പുകളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഷൂസ്, ചെരുപ്പ്, ബാഗ്, ട്രോളി ബാഗ്, പേഴ്സ് തുടങ്ങിയവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് വിലയിൽ ഇവിടെ ലഭ്യമാണ്.
ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചാഴൂർ കോവിലകം പടവിലെ ഒരു വിഭാഗം കർഷകർ അന്തിക്കാട് കൃഷിഭവന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാഭമാക്കാൻ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോപദ്രം കലാകേന്ദ്രം വന്ദേമാതരം കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.